Android programming. Dear students, in the last class we will discuss about Android software stack, developing stack. Okay. Basic level 5 levels ഉണ്ടായിരുന്നു. Linux kernel, libraries, Android runtime, application framework and applications. Okay. ഈ ഒരു 5 levels ആണ് വളരെ important ആയി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. So ഇന്ന് we will discuss about developing applications. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാവുന്ന ടൂൾസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെ ഡെവലപ്പ് ചെയ്യാം ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, അതിന് വേണ്ട കണ്ടന്റുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ്രോയിഡ് ഇമുലേറ്റർ ഫസ്റ്റ് കണ്ടന്റ് ആണ് ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യാൻ. എക്ലിപ്സ് പ്ലഗിൻ കോൾഡ് ADT. അപ്പോൾ ഫസ്റ്റ് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ടൂൾസ് ADT. അപ്പോൾ ഈ ഒരു കണ്ടന്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. പ്ലഗിൻസ് ആണ് ആഡ് ചെയ്യുന്നത്. എക്ലിപ്സ് എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ആൻഡ്രോയിഡ് വെർഷൻ തന്നെ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ടൂൾസ് ആണ് ADT യൂസ് ചെയ്യുന്നത്. ആ ADT ഉപയോഗിച്ചിട്ടാണ് എക്ലിപ്സ് റൺ ചെയ്യിക്കുന്നത്. ഓക്കെ. IDE ഫോർ ഡെവലപ്പിംഗ്, ഡീബഗിംഗ് ആൻഡ് ടെസ്റ്റിംഗ്. IDE മീൻസ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. ഒരു എൻവയോൺമെന്റ് നമുക്ക് അത്യാവശ്യമാണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ. ആ എൻവയോൺമെന്റ് യൂസ് ചെയ്യുന്ന നോക്കിയാൽ ഡെവലപ്പിംഗ് ആൻഡ് ഡീബഗിംഗ്. ഡീബഗിംഗ് എന്ന് പറഞ്ഞാൽ ബഗ്സ് എന്ന് പറഞ്ഞാൽ എറേഴ്സ് ആണ്. ഡീബഗിംഗ് എന്ന് പറഞ്ഞാൽ എറേഴ്സിനെ റിമൂവ് ചെയ്യുക. ഡീബഗിംഗ് ആൻഡ് ടെസ്റ്റിംഗ്. സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു യൂസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി ഒരു IDE നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ. പക്ഷെ ഇതിന്റെ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ, USB കണക്ഷൻ. ഇതൊരു IDE ആണല്ലോ, 2 ഡയമെൻഷനിലായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ കഴിയുള്ളൂ. അപ്പൊ അതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് പോലെ USB കണക്ഷൻ, USB നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യാൻ കഴിയില്ല. അതുപോലെ ക്യാമറ, ഇൻബിൽഡ് ക്യാമറ, ഒരു ഡിവൈസിൽ ഇൻബിൽഡ് ക്യാമറ ഉണ്ടായിരിക്കും. ആ ക്യാമറ ആക്ച്വൽ ക്യാമറ ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കാൻ ലാപ്ടോപ്പിന്റെ വെബ് ക്യാം നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എക്സ്ട്രാ വെബ് ക്യാം യൂസ് ചെയ്തിട്ട് അത് കണക്ട് ചെയ്യേണ്ടി വരും. ആ ഒരു ഡിവൈസിലുള്ള ഒരു ക്യാമറ യൂസ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ. ദെൻ ഹെഡ്സെറ്റ്, ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ. ഇതെല്ലാം ഹാർഡ്വെയർസ് ആണ്. സോഫ്റ്റ്വെയർ ഉള്ള ഒരു എമുലേറ്ററിൽ, ഈ എമുലേറ്ററിൽ എക്സ്ട്രാ വരുന്ന ഹാർഡ്വെയർസ് കണക്ട് ചെയ്യാൻ കഴിയില്ല. അത് ഫിസിക്കൽ കമ്പോണന്റ് ആണ്. ഈ IDE കാണിക്കുന്ന പ്ലഗിൻസ് അടിക്കുന്ന എമുലേറ്ററിൽ, ആ എമുലേറ്ററിലുള്ളത് സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറും വേറൊരു സോഫ്റ്റ്വെയർ തമ്മിൽ കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ, ഹാർഡ്വെയർ കണക്ട് ചെയ്യാൻ കഴിയില്ല. സോ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ കഴിയില്ല. അതുപോലെ ബ്ലൂടൂത്ത്, വൈഫൈ, OpenGL ഇങ്ങനെയുള്ള ഈ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിനെല്ലാം സെപ്പറേറ്റ് കോഡ് എഴുതിയതിനു ശേഷം അതിന്റെ പ്ലഗിൻസ് നമുക്ക് ആഡ് ചെയ്ത് യൂസ് ചെയ്യാം. അതല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഇതൊന്നും യൂസ് ചെയ്യാൻ കഴിയില്ല. അതെന്റെ ഈ എമുലേറ്ററിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കാണുന്നത്. ഓക്കെ. ദെൻ ആൻഡ്രോയിഡ് UI മീൻസ് യൂസർ ഇന്റർഫേസ്. ഓക്കെ. യൂസർ ഇന്റർഫേസ് ഇതൊക്കെ വരും. ഇറ്റ് ഈസ് 4th ജനറേഷൻ UI ഫ്രെയിംവർക്ക്. 4th ജനറേഷൻ ആണ് UI ഫ്രെയിംവർക്കിൽ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഫസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിരുന്നു അല്ലേ, ജനറേഷൻസ്. അപ്പൊ അതിൽ 4th ജനറേഷനിലാണ് ആൻഡ്രോയിഡ് വരുന്നത്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജാവ, FX, MS, സിൽവർലൈറ്റ്. ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക കണ്ടന്റ് ഒക്കെ. ഗൂഗിൾ XML, UI ലാർജ് XML. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം കേട്ടോ. UIയുടെ ഫ്രെയിംവർക്കാണ് പറഞ്ഞത്. ആ ആൻഡ്രോയിഡ് UI എന്നുണ്ടെങ്കിൽ 4th ജനറേഷൻ ഫ്രെയിംവർക്കാണ്. ദെൻ ഫസ്റ്റ് ഫ്രെയിംവർക്ക് വരുന്നത് C ആണ്. സെക്കൻഡ് ഫ്രെയിംവർക്ക് വരുന്നത് C++ ആണ്. അതായത് MFC, മൈക്രോസോഫ്റ്റ് ഫൗണ്ടേഷൻ ക്ലാസ്സസ്. ദെൻ തേർഡ് വൺ ജാവ, സിങ്. കേട്ടിട്ടുണ്ടാവില്ല, കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് 4th ജനറേഷനിൽ വരുന്ന കണ്ടന്റ് ആണ് ആൻഡ്രോയിഡ് UI എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക്. ക്ലിയർ? ദെൻ ആൻഡ്രോയിഡ് 3.0 യൂസസ് ന്യൂ AI ഫോർ ഫ്രാഗ്മെന്റ്സ് യൂസർ ഇൻ ടാബ്ലറ്റ്സ്. നമ്മളിപ്പോൾ ആൻഡ്രോയിഡിന്റെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ ആൻഡ്രോയിഡിന്റെ വെർഷൻ 3.0 പറഞ്ഞു. എന്താ ഇതിന്റെ പേര് യൂസ് ചെയ്തിരുന്നത് ഓർക്കുണ്ടോ? ഹണി കോംബ് അല്ലെ? അതെ. അത് എക്സ്പെഷ്യലി ഫോർ ഏതായിരുന്നു? ടാബ്ലറ്റ് ആയിരുന്നു. ടാബ്ലറ്റിന് വേണ്ടി മാത്രം വന്നുള്ള ഒരു കണ്ടന്റ് ആണ് 3.0. അത് മൊബൈൽ വെർഷൻസിൽ ഇല്ല. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ അത് ടാബ്ലറ്റ്, ആ സമയത്താണ് ടാബ്ലറ്റ് റിലീസ് ചെയ്തത്. ഓരോ ടാബ്ലറ്റ് എന്ന് പറഞ്ഞ കണ്ടന്റ് വന്നത് തന്നെ. ഓക്കെ. സോ ടാബ്ലറ്റിൽ 3.0 ഹണി കോംബ് പറഞ്ഞ വെർഷനാണ് ഇൻസ്റ്റാൾ ചെയ്ത്. ഇത് എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ. 3.0 ഹണി കോംബ് ടാബ്ലറ്റ്, ഈ 3 വേർഡുകൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് 4.0 റിലീസ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ ആൻഡ്രോയിഡ് 3.0 ഹണി കോംബിൽ ഉണ്ടായ എല്ലാ ഫീച്ചേഴ്സും ടാബ്ലറ്റിന് വേണ്ടിയിട്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്ത് മൊബൈൽ ഫോണിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത വെർഷൻ ആയിരുന്നു 4.0, ദാറ്റ് ഈസ് ഐസ്ക്രീം സാൻഡ്വിച്ച്. ഓക്കെ. അപ്പൊ ആ ഒരു ഡീവിയേഷൻ കംപ്ലീറ്റ് ടാബ്ലറ്റിന്റെ പർപ്പസ് കംപ്ലീറ്റ് മൊബൈൽ ഫോണിൽ അവൈലബിൾ ആക്കിയ വെർഷൻ ആയിരുന്നു 4.0. ഹിസ്റ്ററി അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരെ കാണാം. ഓക്കെ. നെക്സ്റ്റ് തേർഡ് വൺ ആൻഡ്രോയിഡ് ഫങ്ഷണൽ കമ്പോണന്റ്. ഓക്കെ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കേസ് ആയിരുന്നു ഇമുലേറ്റർ, സെക്കൻഡ് ആൻഡ്രോയിഡ് UI, തേർഡ് വൺ ആൻഡ്രോയിഡ് ഫങ്ഷണൽ കമ്പോണന്റ്. ഫങ്ഷണൽ കമ്പോണന്റിൽ വരുന്ന 2 കണ്ടന്റ് വളരെ ന്യൂ കൺസെപ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. 2 ന്യൂ കൺസെപ്റ്റ് കാൾഡ് ഇന്റന്റ് ആൻഡ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. ഇത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയണ്ടായിരുന്നു. ബേസിക് കണ്ടന്റ്, ഇന്റന്റ്, അതുപോലെ കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. എന്തായിരുന്നു ഇന്റന്റ് പറഞ്ഞാൽ? ഇന്റന്റ് യൂസ്ഡ് ടു ഇൻവോക്ക് കമ്പോണന്റ് ഇൻ ആൻഡ്രോയിഡ്. കേട്ടില്ല? ജാവയിൽ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഒക്കെ ഇൻസ്റ്റൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം ഏകദേശം ഒരു കൺസെപ്റ്റ് വരുന്നതാണ് ഇന്റന്റ് പറഞ്ഞത്.
ഇന്ന് പ്രോഗ്രാംസ് നമ്മൾ എഴുതി വെക്കും, ആ കോഡ് കണ്ടന്റ് വർക്ക് ചെയ്യിപ്പിക്കും. ഈ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് പോക്കി എന്ന് പറയില്ലേ, ജസ്റ്റ് ഒന്ന് തോണ്ടി കൊടുക്കുക. അതെ, ആ ജസ്റ്റ് ഒരു കോൾ ചെയ്താൽ മാത്രം അത് എക്സിക്യൂട്ട് ചെയ്യുന്ന കണ്ടന്റ് അല്ല, പ്രീ ഡിഫൈൻഡ് കോഡുകളായിരിക്കും. നമ്മൾ കോഡ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എനി ടൈം, ഏത് സമയത്താണ് ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആ സമയത്ത് പെർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ മാത്രം അത് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനുള്ള ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യും, ഒന്ന് പോക്കി ചെയ്ത് കൊടുക്കും. അത് ഞാൻ ഇന്റന്റ് യൂസ് ചെയ്യുക. ഇന്റന്റ് എന്ന് ഉദ്ദേശിച്ച് നമുക്ക് പല ടൈപ്പ് ഇന്റന്റ് പറയുന്നുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കുന്നുണ്ട് കാര്യങ്ങൾ. സോ ഇന്റന്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഇന്റന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻവോക്ക് ചെയ്യുക, കമ്പോണൻസിനെ ഇൻവോക്ക് ചെയ്യുന്ന കണ്ടന്റ് ആണ് ഇന്റന്റ് പറയുന്നത്. അതുപോലെ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഉദ്ദേശിച്ചത് മൾട്ടിപ്പിൾ ഡാറ്റ സോഴ്സ് ഉണ്ടായിരിക്കും അതിൽ. കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുക, നമ്മൾ കണ്ടെയ്നർ എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു കൺസെപ്റ്റ് തന്നെ. അതിനുള്ളിൽ ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടാവും, ആ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുക. അതിന് എക്സാമ്പിൾ നമുക്ക് ഡാറ്റ സോഴ്സ് എന്ന് പറയാം. ഓക്കെ, ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞതാണ് ഒരു ഡാറ്റാബേസിന്റെ കൺസെപ്റ്റ് ആണ്. അപ്പൊ അതിലുള്ള കണ്ടന്റ് ആണ് ഡാറ്റ സോഴ്സ്. അതിന് സോഴ്സ് ഡാറ്റയിൽ നിന്ന് സോഴ്സ് എടുക്കുക, സോഴ്സ് ഡാറ്റയിൽ നമുക്ക് ഡാറ്റ കണ്ടന്റ് ആക്സസ് ചെയ്യുക. അതിന്റെ കണ്ടന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എക്സാമ്പിൾ പറയാം, നമുക്ക് അഡ്രസ് കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതിൽ ഒരുപാട് അഡ്രസ്സുകൾ ഉണ്ട് അല്ലെ, ഒരാളുടെ മാത്രമല്ലല്ലോ, മൾട്ടിപ്പിൾ കണ്ടന്റ് അല്ലേ, അതിൽ ഒരാളുടെ കണ്ടന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ആ ഒരു വ്യക്തിയുടെ കണ്ടന്റ് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വീണ്ടും വീണ്ടും ഒരുപാട് കണ്ടന്റുകൾ എക്സ്ട്രാ വരുന്നുണ്ട്. ഇതൊക്കെയാ, ഫോട്ടോ വരും, ഫസ്റ്റ് നെയിം വരും, ലാസ്റ്റ് നെയിം വരും, അഡ്രസ് വരും, പ്രൈമറി മൊബൈൽ നമ്പർ, സെക്കൻഡറി മൊബൈൽ നമ്പർ, ലാൻഡ് നമ്പർ, ഓഫീസ് നമ്പർ, ഇത് പല ടൈപ്പിലുള്ള കണ്ടന്റ് ഡാറ്റ അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും ഒരാളുടെ കോൺടാക്ട്സ് കിട്ടിയാൽ തന്നെ. അപ്പോൾ അതൊരു കണ്ടന്റ് പ്രൊവൈഡർ ആണ്. സോ ഫങ്ഷണൽ കമ്പണൻസ് എക്സ്ട്രാ ആഡ് ചെയ്ത കണ്ടന്റുകൾ. നെക്സ്റ്റ് ഒന്ന് UI കൺസെപ്റ്റ്, ആൻഡ്രോയിഡ് UI കൺസെപ്റ്റ്. അതിൽ വരുന്നതാണ് ഡയലോഗ് സപ്പോർട്ട് ചെയ്യുന്നത്. മെസ്സേജ് ബോക്സ് എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞ ഡയലോഗ്സ് ആണ്, പല ടൈപ്പ് ഡയലോഗ്സ് വരുന്നുണ്ട്. ദെൻ ഓൾ ഡയലോഗ്സ് ആർ ഇൻ ആൻഡ്രോയിഡ് അസിൻക്രണസ്. അസിൻക്രണസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. ഫസ്റ്റ് ഒരു 3 ഡയലോഗ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലാസ്റ്റ് വന്ന ഡയലോഗ് ഏതാണോ അത് നമ്മൾ അതിനൊരു ആക്ഷൻ വർക്ക് ചെയ്യാതെ നെക്സ്റ്റ് അതിന് മുമ്പ് വന്നുള്ളത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ കറണ്ട് നമുക്കറിയാം, നമ്മുടെ ഒരു UI ഇന്റർഫേസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ നമ്മൾ ഒരു സേവ് ചെയ്ത ഡാറ്റ പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡു യു വാണ്ട് ടു സേവ് എന്നൊരു മെസ്സേജ് ബോക്സ് വരും. അപ്പൊ അത് യെസ് നോ ക്യാൻസൽ, ആ ഒരു ബട്ടണിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാതെ നമുക്ക് വേറൊരു ഓപ്പറേഷനിൽ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് ക്ലോസ് ചെയ്ത് പോകാം. അത് ആ ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്ന ആ ഒരു അസിൻക്രണസ് ആയിട്ടുള്ള ഡയലോഗ് ബോക്സ് ഏതാണോ അത് ഓപ്പൺ ചെയ്യാതെ, അത് ക്ലോസ് ചെയ്യാതെ, അല്ലെങ്കിൽ അതിന്റെ ആ ഓപ്പറേഷൻസ് വർക്ക് ചെയ്യാതെ അതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള കണ്ടന്റ് ആക്സസ് ചെയ്യാൻ കഴിയില്ല. 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അത് അസിൻക്രണസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാക്ക് പോലെ തന്നെ, സ്റ്റാക്ക് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലെ ടോപ്പ് എടുത്ത് മാറ്റിയാൽ മാത്രമേ നെക്സ്റ്റ് വരുന്ന കണ്ടന്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അതാണ് സ്റ്റാക്കിന്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞത്. അപ്പോൾ അതേ രൂപത്തിലെ ഓപ്ഷനാണ് ഇവിടെ. അസിൻക്രണസ് ആണ് ഡാറ്റ, എല്ലാ ഡയലോഗ്സ്. ഓക്കെ, ദെൻ 3D അനിമേഷൻ, ലിവ് ഫോൾഡേഴ്സ്, ഇതൊക്കെ UI വരുന്ന കൺസെപ്റ്റാണ്. ലേറ്റസ്റ്റ് ആയ ടെക്നോളജി UI വരുന്ന 3D അനിമേഷൻ, ലിവ് ഫോൾഡേഴ്സ്, ഹോം സ്ക്രീൻ വിഡ്ജറ്റ് ഒക്കെ കുറെ ഇപ്പോഴത്തെ ആഡ് ചെയ്ത് വന്നു. നമ്മൾ ഹിസ്റ്ററി പറഞ്ഞ സമയത്ത് ഓരോ വെർഷനിലും ആഡ് ചെയ്ത് വന്ന കൺസെപ്റ്റ് പറയണ്ടായിരുന്നു. അപ്പോൾ സ്ക്രീൻ വിഡ്ജറ്റ്, അതുപോലെ ഇന്റഗ്രേറ്റഡ് ആൻഡ്രോയിഡ് സെർച്ച് ഫെസിലിറ്റി. ഇപ്പോൾ നമുക്ക് ഫയൽ മാനേജറിൽ വരെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ ഡിവൈസിലും, പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന ഡിവൈസിലൊക്കെ അത് അവൈലബിൾ ആണ്, സെർച്ച് ചെയ്യാനുള്ള മെത്തേഡ്. അതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി, കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് അല്ലെ, മൗസ് ഡ്രാഗ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് മൊബൈൽ ഫോണിലൊക്കെ റിലീസ് ചെയ്ത് വന്നത് ഈ മാഷ്മെല്ലോ ഓൺവേർഡ്സിലായിരുന്നു. ഇപ്പോൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റിയും കൂടെ ആക്സസ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഓരോ വെർഷൻസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഫീച്ചേഴ്സ് ആണ്. സോ ആൻഡ്രോയിഡ് UIന്റെ കൺസെപ്റ്റുകൾ. നെക്സ്റ്റ് വരുന്നതാണ് ആൻഡ്രോയിഡ് സർവീസ് കമ്പോണന്റ്. ആൻഡ്രോയിഡിൽ മൾട്ടിപ്പിൾ സർവീസസ് ഉണ്ട്. ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുമ്പോഴും ഓരോ സർവീസ് ആഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് ഫെമിലിയർ ആയ ഒരു കേസാണ് ലൊക്കേഷൻ ബേസ്ഡ് സർവീസസ് അല്ലെ. ഇത് നമുക്ക് യൂസ് ചെയ്യാം, GPS യൂസ് ചെയ്താലല്ലേ ലൊക്കേഷൻ. ആ ലൊക്കേഷൻ ബേസ്ഡ് സർവീസസ്, ലൊക്കേഷൻ നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള അപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഏത് അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ലൊക്കേഷൻ ബേസ്ഡ് ആണെങ്കിൽ അതനുസരിച്ചായിരിക്കും അതിന്റെ കണ്ടന്റ് വർക്ക് ചെയ്യുക. ദെൻ സെക്യൂരിറ്റി സർവീസസ്, നമ്മുടെ ഫോണിലുള്ള സെക്യൂരിറ്റി പർപ്പസ് ആണ് യൂസ് ചെയ്യുന്നത്. അതും ഒരു സർവീസസ് ആണ്. സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്ലേ സ്റ്റോറിലൊക്കെ ഇപ്പോൾ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹാംഫുൾ അപ്ലിക്കേഷൻസ് ആണ് ഡൗൺലോഡ് ചെയ്യുന്ന മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കണ്ടന്റ് ആണ് സെക്യൂരിറ്റി സർവീസസ്. ഒരുപാട് സെക്യൂരിറ്റി സർവീസസ് ഉണ്ട്. നമ്മുടെ ഫോണിൽ ഉണ്ടായിരുന്ന ഡാറ്റ സ്റ്റോറേജ് അല്ലെങ്കിൽ അതിന്റെ SD കാർഡിലുള്ള ഫയൽസ് ഒക്കെ ക്യാഷ് ഫയൽസ് റിമൂവ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻസ്. അപ്പോൾ അതുപോലെ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനുള്ള കണ്ടന്റും സർവീസ് കമ്പോണന്റിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ കണക്ടിവിറ്റി സർവീസസ്, വൈഫൈ ഒരു കണക്ടിവിറ്റിയാണ്, അതല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് അത് കണക്ടിവിറ്റിയാണ്. രണ്ട് ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്യാനുള്ള സർവീസസ് നമുക്ക് ഇതിന് പ്രൊവൈഡ് ചെയ്യേണ്ട കണ്ടന്റുകളാണ്. അത് ഒരു അപ്ലിക്കേഷൻ വേണ്ടിയിട്ടല്ല, മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സർവീസസ് ആണ് ഇത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കേസ് ആൻഡ്രോയിഡ് മീഡിയ ആൻഡ് ടെലിഫോണി കമ്പോണന്റ്. കേട്ടിട്ടില്ല, മീഡിയ യൂസ് ചെയ്ത്
നമ്മൾ വർക്ക് ചെയ്യുന്ന കണ്ട് ഓഡിയോ വീഡിയോ ഗ്രാഫിക്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൻഡ്രോയിഡ് API contain application program interface API contains ഓഡിയോ ആൻഡ് ഓഡിയോക്കും വീഡിയോക്കും യൂസ് ചെയ്യാവുന്ന കണ്ടന്റ് ആണ് മീഡിയ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അതിന്റെ API നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിന്റെ കമ്പോണൻസ് അവൈലബിൾ ആണ്. അതുപോലെ ടെലിഫോണിക് കമ്പോണന്റ്, ടെലിഫോൺ യൂസ് ചെയ്ത ഇന്റർനെറ്റ് ഒക്കെ വർക്ക് ചെയ്യാൻ നമുക്ക് ടെലിഫോണി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് സഹിതം നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പറഞ്ഞുതരാം എങ്ങനെയാണ് വരുന്നത്. ടെലിഫോണിക് കമ്പോണൻസ് ടെലിഫോൺ ചെയ്യാൻ കോൾ ചെയ്യാനുള്ള കണ്ടന്റാണ് യൂസ് ചെയ്യുന്നത്. സോ ടെലിഫോണി ജാവ ടെലിഫോണി ടാപ്പി എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ട് API. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെലിഫോണിക് കമ്പോണന്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 6 മെത്തേഡ്സ് നമ്മൾ കൊടുത്തു വയ്ക്കുക. ഏതൊക്കെയായിരുന്നു? ആൻഡ്രോയിഡ് ഇമുലേറ്റർ, ആൻഡ്രോയിഡ് UI, ദെൻ ആൻഡ്രോയിഡ് ഫങ്ഷണൽ കമ്പോണന്റ്, ആൻഡ്രോയിഡ് UI കൺസെപ്റ്റ്, ആൻഡ്രോയിഡ് സർവീസ് കമ്പോണന്റ്, ആൻഡ് ലാസ്റ്റ് വൺ ആൻഡ്രോയിഡ് മീഡിയ ആൻഡ് ടെലിഫോണിക് കമ്പോണന്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ പറയാൻ പോകുന്നത്, ഡെവലപ്പിംഗ് ആപ്ലിക്കേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഫങ്ഷണൽ കമ്പോണന്റ്സ്. ഓക്കെ, താങ്ക് യു.